വാർത്തകളിലേക്ക് സ്വാഗതം. തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ സഹകരണത്തോടെ കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കുടിശ്ശിക അദാലത്ത് സംഘടിപ്പിച്ചു. ക്ഷേമനിധി ഓഫീസിൽ നിന്നും നോട്ടീസ് കിട്ടിയ വ്യാപാരികൾക്ക് വേണ്ടിയാണ് തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ കുടിശ്ശിക അദാലത്ത് സംഘടിപ്പിച്ചത്. നമസ്കാരം, ഞാൻ കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്സ് എസ്റ്റാബ്ലിഷ്മെന്റ് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. അപ്പോൾ ഞാൻ ഈ ക്ഷേമനിധി ബോർഡിനെ കുറിച്ച് രണ്ട് കാര്യമാണ് സംസാരിക്കുന്നത്. നമ്മൾ കേരള ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം എല്ലാ സ്ഥാപനങ്ങളും അവിടെയുള്ള തൊഴിലാളികൾ നമ്മൾ ഈ ക്ഷേമനിധി ബോർഡിൽ ചേർക്കണം. അത് ഉടമയുടെ ഉത്തരവാദിത്തമാണ്. അതിൽ അടയ്ക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 100 രൂപയാണ്. ഒരു തൊഴിലാളിയുടെ പേര് 100 രൂപ അടയ്ക്കണം. 50 രൂപ തൊഴിലാളി വിഹിതവും 50 രൂപ മുതലാളി വിഹിതമാണ്. അങ്ങനെ ഇത് അടയ്ക്കേണ്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത് മുതലാളിക്കാണ്. ഇതിൽ എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട്. ഇതിൽ പ്രധാന ആനുകൂല്യം എന്ന് പറയുന്നത് പെൻഷനാണ്. 60 വയസ്സ് വരെ, അതായത് 10 വർഷം തുടർച്ചയായി 60 വയസ്സ് വരെ വിഹിതം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് അടയ്ക്കുന്ന തുകയുടെ പകുതി തൊഴിലാളി വിഹിതം തിരിച്ചു കിട്ടുകയും അതുപോലെ തൊഴിലാളിക്ക് പെൻഷനുണ്ട്. പിന്നെ പെൻഷൻ മുന്നേ കിട്ടുന്ന ആനുകൂല്യങ്ങളാണ് വിവാഹാനുകൂല്യം. അതായത് അംഗങ്ങളുടെ 2 പെൺമക്കൾക്ക് 7500 രൂപ വിവാഹ ധനസഹായമായി കിട്ടുന്നുണ്ട്. അതുപോലെ ക്ഷേമനിധി ബോർഡ് DEO മധുമോഹൻ P, ക്ലർക്ക് അജയൻ, ഓഫീസ് അറ്റൻഡർ ഹമീദ്, തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് PA ബാവ, ജനറൽ സെക്രട്ടറി സമദ് പ്ലസന്റ്, ട്രഷറർ PA റഷീദ്, വൈസ് പ്രസിഡന്റ് C മമ്മി, സെക്രട്ടറിമാരായ ഷബീബ്, അനിൽകുമാർ, ഷാഫി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ന്യൂസ് 99 തിരൂർ. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.